1947 ഓഗസ്റ്റ് 15 എന്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിനമാണ്. എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം? അക്രമവും വെറുപ്പിനെതിരെ പോരാടിയൊരു സമരമായിരുന്നു. സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് എന്താണ് വേണ്ടത്? വയലൻസ് ആണോ, നോൺ വയലൻസ് ആണോ? വെറുപ്പ് അഥവാ ഹെയ്റ്റ്, വിദ്വേഷം നമുക്ക് ആവശ്യമാണോ? ഇതെല്ലാം നമ്മെ കാണിച്ചു തന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ഇതെല്ലാം അതത് ജനതയെ അടിച്ചമർത്തിയ ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിനെതിരെ നടന്ന സമരങ്ങളായിരുന്നു. ഇത് അക്രമത്തിലൂടെയാണ് ഈ സമരങ്ങൾ മുമ്പോട്ട് പോയത്. അതായത് മനുഷ്യനെ വിമോചിപ്പിക്കാൻ അക്രമം വേണം, വയലൻസ് ആവശ്യമായി വരും. നോൺ വയലൻസ് എല്ലായ്പ്പോഴും സഹായിക്കണമെന്നില്ല. 2, ഈ സമരങ്ങളിലെല്ലാം ആ ഭരണകൂടങ്ങളെ അവിടുത്തെ ജനത വെറുത്തു. ഭരണകൂടം അവരെ വെറുപ്പിച്ചു. ഭരണകൂടം അവിടുത്തെ ജനതയെ വെറുത്തു. അതുകൊണ്ട് അവരുടെ ക്ഷേമത്തിന്, വെൽഫെയറിന് പ്രാധാന്യം നൽകിയില്ല. തിരിച്ചു ജനങ്ങൾ വെറുത്തു, സ്വാതന്ത്ര്യം നേടി. അതായത് വയലൻസും ഹെയ്റ്റും നമുക്ക് ആവശ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വയലൻസിനെതിരെ മറ്റൊരു വയലൻസ്, ഒരു വെറുപ്പിനെതിരെ മറ്റൊരു വെറുപ്പ് പോരാടിയ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടൻ നമ്മെ വെറുത്തു, ഇന്ത്യക്കാർ തിരിച്ചു വെറുത്തു. അക്രമത്തിലൂടെ ബ്രിട്ടൻ ഭരിച്ചു, നമ്മളും തിരിച്ച് പ്രതികരിച്ചു. സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അതായത് നമുക്കിങ്ങനെ പറയാം, ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കാരെ വെറുത്തല്ലോ, അതിന് നമുക്ക് അൺനെസസറി ഹെയ്റ്റ് എന്ന് വിളിക്കാം. അനാവശ്യമായ ഒരു വിദ്വേഷമായിരുന്നു. തിരിച്ച് ഇന്ത്യക്കാർ അവരെയും വെറുത്ത് ഇവിടെ വിട്ടുപോകൂ, ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളിവിടെ ജീവിക്കും, ഞങ്ങൾ ഭരിക്കും, ഞങ്ങളുടെ നിയമം ഇവിടെ വരുമെന്ന് ഉറക്കെ പറഞ്ഞു. അതിനെ നമുക്ക് നെസസറി ഹെയ്റ്റ് എന്ന് വിളിക്കാം. ആവശ്യകതയായിരുന്നു ആ ഒരു വെറുപ്പ്. ഇതുകൂടാതെ ബ്രിട്ടൻ അക്രമത്തിൽ നമ്മെ ഭരിച്ചു, അതിനെ അൺനെസസറി വയലൻസ് എന്ന് വിളിക്കാം. തിരിച്ചും നമ്മൾ വയലൻസ് കാണിച്ചു. ഭഗത് സിംഗിനെ പോലെയും സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ളവരൊക്കെയും ശക്തമായി തന്നെ ആയുധമെടുത്ത് പോരാടിയത് കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വലിയൊരു തരത്തിലുള്ള സംഭാവനകളാണ് അവർ നൽകിയത്. ഇവരുടെ വയലൻസിന് നമുക്ക് നെസസറി വയലൻസ്, ജീവിക്കുവാൻ, അതിജീവനത്തിന് വേണ്ടി അക്രമം ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അക്രമം ആവശ്യമായി വരും, വെറുപ്പ് ആവശ്യമായി വരും. വിമോചനത്തിന് അക്രമം വേണം, വെറുപ്പ് വേണം. ചോര ചിന്തേണ്ടിയ സാഹചര്യം വന്നാൽ അതും നേരിടണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ലോകം കണ്ട വലിയ വലിയ നേതാക്കളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഒരുപാട് പേര്. അതിൽ ഏറ്റവും വലിയൊരു പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര്. അതോടൊപ്പം സർദാർ പട്ടേലുണ്ട്, സുഭാഷ് ചന്ദ്രബോസ്, ഖുദിറാം ബോസ്, ബാബു ഗുനു, സൂര്യ സെൻ, ചിത്തരഞ്ജൻ ദാസ്, മോട്ടിലാൽ നെഹ്റു, ഹക്കിം അജ്മൽ ഖാൻ, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങി ഒരുപാട് നേതാക്കളെ നമുക്ക് സംഭാവനയായി കിട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു അടിത്തറ പാകാൻ പല മൂവ്മെൻറ്റിന് കഴിഞ്ഞെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഗുജറാത്തിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയോ ചെയ്തു. മോഹൻദാസ് നടത്തിയ പല സമരങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തഴയപ്പെട്ട വിഭാഗങ്ങളും വരുവാൻ കാരണമായി തീർന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നോ എന്നാണ്. അതിന് പല ഒപ്പീനിയൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ല, മറിച്ച് സ്വാതന്ത്ര്യ സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതെന്താണ് ഈ പല സ്വാതന്ത്ര്യ സമരം? ഒന്ന്, ഒരു വിദേശ ശക്തി ഇന്ത്യക്കാരെ, ഒരു കൊളോണിയൽ ശക്തി അടിമകളാക്കി ഭരിച്ചപ്പോൾ അതിനെതിരായിട്ട് ഇവിടുത്തെ ഇന്ത്യക്കാർ ശബ്ദമുയർത്തി. സുഭാഷ് ചന്ദ്രബോസ് ഉയർത്തി, ഭഗത് സിംഗ് ഉയർത്തി, ജവഹർലാൽ നെഹ്റു ഉയർത്തി, സർദാർ പട്ടേൽ ഉയർത്തി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേർ ഉയർത്തി. അപ്പോൾ സംഘടനകൾ എടുക്കുമ്പോൾ ഈ സമരത്തിന് മുൻനിരയിൽ പലരുമുണ്ടെങ്കിലും മുൻനിരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ മറ്റൊരു സ്വാതന്ത്ര്യ സമരം ആ സമയത്ത് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കാർ തന്നെ ഇവിടുത്തെ പൗരന്മാരെ, ഇന്ത്യക്കാരെ തന്നെ അടിച്ചമർത്തി, സ്വന്തം പൗരന്മാർ സ്വന്തം ജനതയെ, സ്വന്തം പൗരന്മാരെ അടിച്ചമർത്തി ഒരു ജാതിയുടെ പേര് പറഞ്ഞ്. ഈ സമരത്തിന് മുൻനിരയിൽ പലരുമുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുണ്ട്, മലയാളി വംശജനായ മഹാത്മാ അയ്യങ്കാളിയുണ്ട്, ജ്യോതിബ ഫുലെയുണ്ട്,
പലരും ഇതിലുണ്ട്, സാവിത്രി ബുലെയുണ്ട്, പലരുമുണ്ട്. എന്നാൽ ഇതിലേക്കും പ്രസക്തമായി വരുന്ന മറ്റൊരു പേരുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ആ സമരത്തെ നയിച്ച് താഴ്ന്ന ജാതിക്കാർക്ക് അവസരങ്ങൾ തുറന്നു കൊടുത്ത മഹാത്മാ അംബേദ്കർ ഉണ്ട്. അത് മറ്റൊരു സമരം. മൂന്നാമതൊരു സമരമുണ്ട്. ഇവിടെ കർഷക വിഭാഗം, ജമീന്ദാരികളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് അക്രമം ഏറ്റുകൊണ്ട്, ചൂഷണം ഏറ്റുകൊണ്ട് നിന്ന് അവർക്കെതിരെയും ഒരു വിഭാഗം ഉയർത്തെഴുന്നേറ്റു. ഇവിടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകളൊക്കെയും ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഇതിൽ പൂർണ്ണമായി നമ്മൾ ജയിച്ചത് ഒന്നാമത് പറഞ്ഞ കാര്യമാണ്. ഒരു വിദേശ ശക്തി മണ്ണിൽ നിന്ന് നമ്മൾ പറഞ്ഞയച്ചു. ആ സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് 15, 1947. 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം നേടി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇന്നും പൂർണ്ണമായി സ്വാതന്ത്ര്യം നേടിയോ? ജാതി വ്യവസ്ഥ ശക്തമായിട്ടിരിക്കുന്നു. പൗരോഹിത്യം ശക്തമായി തന്നെ ഇന്നും ഇവിടെയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അഴിമതിയുണ്ട്. ജനങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രരാണോ? ഫാഷിസത്തിൻ്റെ ഭരണകൂടം ഇന്നും ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടൻ എന്ന ഫാഷിസ്റ്റ് ശക്തിക്കെതിരെ നമ്മൾ പോരാടി. എന്നാൽ ഇന്നും ഫാഷിസമുണ്ട്. അപ്പോൾ ഈ പറയുന്നതിനെതിരെയൊക്കെയും ശക്തമായൊരു സമരം തന്നെ വേണം. ജനങ്ങൾ പ്രതികരിക്കണം, മുൻപോട്ട് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് ധരിക്കാം. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടേതാണ്. ആരും നിങ്ങളോട് ചോദിക്കില്ല. സർക്കാരിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ആരും നിങ്ങളെ അടിച്ചമർത്തില്ല. കൽത്തുറുങ്കുകളിൽ നിങ്ങളെ അടയ്ക്കുകയില്ല. ഈ നിമിഷത്തിൽ, ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം എത്രത്തോളം വിനിയോഗിച്ചു. 2, പൂർണ്ണമായും നമ്മൾ സ്വതന്ത്രരാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നുണ്ടോ? എന്നീ കാര്യങ്ങൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. ഇനി ഞാൻ ആർക്കും അടിമയല്ല. എൻ്റെ നാവ്, എൻ്റെ മുഴങ്കാലും ആരുടെ മുമ്പിലും മടങ്ങുകയില്ല. ഇന്ത്യൻ ഭരണഘടന എന്ന മഹത്തായ ഇന്ത്യയുടെ വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകും എന്നൊരു തീരുമാനവും എടുക്കേണ്ട ഒരു ദിനങ്ങളാണ്. അടിമച്ചങ്ങലകളൊക്കെയും പൊട്ടും, ചട്ടങ്ങളൊക്കെയും മാറേണ്ടത് മാറണം, വിരട്ടേണ്ടവരെ വിരട്ടണം, വെറുക്കേണ്ടവരെ വെറുക്കണം. ആവശ്യത്തിന് അക്രമമാകാം, ബ്രിട്ടനെതിരെ ഭഗത് സിംഗ് ചെയ്തതുപോലെ. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് ചെയ്തിടാനുണ്ട് അനേക കാര്യങ്ങൾ. നമുക്ക് ഉണരാം, മുൻപോട്ട് വരാം. അപ്പോൾ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അറ്റാ 24/7 പേരിൽ നിങ്ങൾക്ക് നൽകുകയാണ്. താങ്ക് യു.